ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1581 ദിവസമായി ഇന്ന് സെപ്റ്റംബർ മാസം 12 തീയതി വെള്ളിയാഴ്ച. 1201 ആണ്ട് ചിങ്ങമാസം 27 തീയതി. ഗുരുവചനങ്ങളിലൂടെ എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാലകൾ ഉണ്ടായിരിക്കണം. എല്ലാ മതഗ്രന്ഥങ്ങളും ശേഖരിച്ച് പഠിപ്പിക്കണം. ക്ഷേത്രം ഒരറ്റത്ത് അവിടെ നിന്നുകൊള്ളട്ടെ. ഭംഗിയും വൃത്തിയുമുള്ള സ്ഥലമായാൽ ജനങ്ങൾ വരും. ആരോഗ്യം വർദ്ധിക്കും. വേണ്ട വിധത്തിൽ കൊണ്ടുപോകണം. ശിവഗിരിയിൽ തന്നെ എത്ര ജനങ്ങൾ വന്ന് താമസിച്ച് രോഗം മാറിപ്പോകുന്നു. കുളിച്ച് വൃത്തിയായി ഈശ്വരധ്യാനം ചെയ്യുകയും നല്ല കാറ്റ് ശ്വസിക്കുകയും ചെയ്താൽ തന്നെ രോഗം മാറുമല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരിൽ എന്ന പുസ്തകത്തിൽ ചെണ്ടമേളവും നിഗൂഢഭജസും എന്ന് വിവരിക്കുന്നതിൻ്റെ 27 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ശിവയോഗിയുടെ മാതൃകയിൽ തന്നെയുള്ള ബുദ്ധ വിഗ്രഹങ്ങളും അനേകമുണ്ട്. ഈ സാദൃശ്യം ബോധപൂർവം വരുത്തിയതോ സഹജവാസനയാൽ യാദൃശ്ചികമായി സംഭവിച്ചതോ ആകാം. ദക്ഷിണാമൂർത്തിയുടെ ശിലാശില്പത്തെ പലപ്പോഴും ബുദ്ധൻ്റെ രൂപമായി തെറ്റിദ്ധരിക്കാറ് പോലുമുണ്ട്. രണ്ടുപേരും ആൽച്ചുവട്ടിലിരുന്ന് 5 ബ്രാഹ്മണന്മാർക്ക് ജ്ഞാനോപദേശം നൽകിയിട്ടുണ്ടെന്നാണ് കഥ. ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് നൽകാറുള്ള ജ്ഞാനോപദേശത്തിൻ്റെ അന്തിമസ്ഥാനം സൂചിപ്പിക്കുന്ന ചിന്മുദ്ര 2 പ്രതിരൂപത്തിലുമുണ്ട്. ശിലാസനത്തിൽ മാനുകളുടെയോ ആടുകളുടെയോ രൂപം കൊത്തിയിട്ടുള്ളതും രണ്ടിലും കാണാം. ബുദ്ധഭഗവാൻ ഹരിണവനത്തിൽ വെച്ചാണ് ധർമ്മോപദേശം നൽകിയതെന്ന് ഒന്നിൽ സൂചിപ്പിക്കുമ്പോൾ മറ്റേതിൽ ശിവൻ പശുപതിയായിരുന്നു എന്ന് കാണിക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.